صمد يا رحمن أصبحك ما يدوشو نبني ما يوسف ناجي رحمن يا رحمن ساعدني يا رحمن اشرح صدري. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള സൂറത്തുൽ ബലദാണ്. സൂറത്തുൽ ബലദ് 90ാമത്തെ സൂറയാണ് പരിശുദ്ധ ഖുർആനിലെ. അവതരണത്തിൻ്റെ ക്രമത്തിൽ 35ാമത്തേതാണ്. ഖാഫ് സൂറത്തിന് ശേഷവും സൂറത്ത് ത്വാരിഖിന് മുമ്പുമാണ് ഇത് അവതരിച്ചത്. ഈ സൂറ മക്കിയയാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം. മദനിയ ആണ് എന്നും ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആദ്യ ഭാഗത്തെ 4 ആയത്തുകൾ മക്കിയയും ബാക്കി ആയത്തുകൾ മദനിയയും ആണ് എന്നുള്ള അഭിപ്രായവും ഉണ്ട്. ഏതായാലും ഈ സൂറയിൽ 20 ആയത്തുകളാണുള്ളത്. 82 പദങ്ങളാണ്, 351 അക്ഷരങ്ങളാണ്. സൂറത്തുൽ ബലദ് എന്ന് പേര് വരാൻ കാരണം മക്കയെ സൂചിപ്പിച്ച് ഈ നാട് എന്ന ആശയത്തിൽ പ്രയോഗിച്ച ബലദ്, അങ്ങനൊരു പദം ഇതിൻ്റെ 1ാമത്തെ ആയത്തിൽ തന്നെയുണ്ട് അല്ലേ. ആ ഒരു പ്രയോഗമാണ് ഇതിന് പേര് വരാൻ കാരണം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. അപ്പം ഈ നാട് എന്ന് അവിടെ കൊണ്ടുള്ള ഉദ്ദേശം മക്ക എന്നാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി പറയാം. ആദ്യത്തെ ആയത്തിൽ തന്നെ ബലദ് എന്ന പ്രയോഗം വന്നതുകൊണ്ടാണ് ആ പേര് ഈ സൂറക്ക് ലഭിച്ചത്. ഈ സൂറയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാധാരണ മക്കിയായ സൂറത്തുകളുടെ സ്വഭാവം ഈ സൂറയിലും കാണാം. എന്ന് പറഞ്ഞാൽ പ്രധാനമായും വിവരിക്കപ്പെടുന്നത് വിശ്വാസം സ്ഥിരപ്പെടുത്തുക, അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും പ്രവർത്തനങ്ങൾ വിചാരണക്കും ശിക്ഷാരക്ഷകൾക്കും വിധേയമാകുന്നു എന്നത് സമർത്ഥിക്കുക, അതുപോലെ തന്നെ വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെയാണ് ഈ സൂറയിലും പ്രതിപാദിപ്പിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വിശ്വാസികളായ സ്വഹാബത്തിനും സാന്ത്വനം നൽകാൻ മക്കയെ കൊണ്ട് സത്യം ചെയ്തിട്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശ്വാസികളെയും ദ്രോഹിച്ചിരുന്ന മക്കാ മുശ്രിക്കുകൾ അവർ കൊണ്ടു നടന്നിരുന്ന ചില പ്രവൃത്തികളെ, അവർ ഇവരെ അധിക്ഷേപിക്കാനും ബുദ്ധിമുട്ടിക്കാനും ശ്രമിച്ചിരുന്ന ആ പ്രവർത്തനങ്ങളെ അല്ലാഹു തആല ഈ സൂറയിലൂടെ വിമർശിക്കുകയും പരലോകത്ത് നിങ്ങൾക്ക് ഇതൊന്നും രക്ഷയാകില്ലെന്നും ഇതിനൊക്കെ നിങ്ങൾക്ക് തക്ക ശിക്ഷ ലഭിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ഈ സൂറയിൽ. സൂറയുടെ അവസാന ഭാഗത്ത് പരലോകത്ത് വെച്ച് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, വിശ്വാസികൾക്ക് കിട്ടുക, കാഫിര്യങ്ങളായ ആളുകൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്, ഇത്തരം വിഷയങ്ങളും അവസാന ഭാഗത്ത് ചർച്ച ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ സൂറയെ ഓതാം. പരമാവധി ഓതുന്ന ശൈലി അത്തജ്വീദ് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة أو يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة صدق الله العلي العظيم.
ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഈ രാജ്യം എന്ന് പറഞ്ഞാൽ മക്ക. ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു. അവിടെ നമുക്ക് പെട്ടെന്ന് തോന്നും സത്യം ചെയ്യുന്നില്ല എന്നല്ലേ അർത്ഥം, ലാ ഇട്ടിട്ടല്ലേ അവിടെ പറഞ്ഞത്. ലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ ചെയ്യൂലെന്നല്ലേ? അങ്ങനെയല്ല. ഇത് ഈ ഒരു പ്രയോഗം അറബികളുടെ സാധാരണ പ്രയോഗങ്ങളിൽപ്പെട്ടതാണ്. അതായത് ഒന്ന് തഅക്കീദ് കിട്ടാൻ വേണ്ടി, ഒന്ന് ബലം കിട്ടാൻ വേണ്ടി ലാ ചേർത്തിട്ട് പറയും ഇത്തരം പദപ്രയോഗങ്ങൾ. ലാ വല്ലാഹി ലാ അഫ്അലന്ന കദ, ലാ വല്ലാഹി ലാ ഫഅൽതു കദ എന്നൊക്കെ അറബികൾ സാധാരണഗതിയായി ലാ എന്ന് ചേർത്ത് അവരുടെ സംസാരങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഇത് ഒരു ഖനം കിട്ടാനും മാത്രമല്ല ഈ ചെയ്യുന്ന സത്യം വളരെ ഗൗരവമാണ് എന്ന് സൂചിപ്പിക്കാനുമാണ്. കാരണം ഞാൻ സത്യം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഒരു പദപ്രയോഗം നടത്തുമ്പോൾ കേൾക്കുന്ന ആൾക്ക് എന്ത് വിചാരിക്കും? കേൾക്കുന്ന ആൾ വിചാരിക്കും അല്ലാഹു തആല, അതല്ലെങ്കിൽ ഇത് സത്യം ചെയ്യുന്ന ആൾ സത്യം ചെയ്യണം എന്നാണ് അയാൾ താല്പര്യം. പക്ഷേ അയാൾ സത്യം ചെയ്ത് പറയുന്നതിനെ ഒഴിവാക്കുകയാണ്. ഇപ്പം നമ്മളൊക്കെ സാധാരണഗതിയിൽ മലയാളത്തിലൊക്കെ സംസാരിക്കുമ്പോൾ പറയില്ലേ, ഞാനത് പറയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പറഞ്ഞാൽ ഭയങ്കര ഗൗരവമാണെന്നതിൻ്റെ അർത്ഥം അല്ലേ? നമ്മൾ നഫി ഇട്ടിട്ട് അല്ലെങ്കിൽ ഇല്ല എന്നത് ചേർത്തിട്ട് നമ്മൾ പലതും പറയും. എന്നെ കൊണ്ടത് പറയിക്കണ്ട, അല്ലെങ്കിൽ ഞാനത് പറയുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണഗതിയിൽ. അങ്ങനെ പറയുമ്പോൾ അതിനൊന്നും കൂടെ ശക്തി കിട്ടുന്നു, ബലം കിട്ടുക. ആ ഒരു ശൈലിയാണ് ഇവിടെയും പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് അറബികളുടെ സാധാരണ ശൈലിയാണ്. പരിശുദ്ധ ഖുർആനിലെ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരം പ്രയോഗങ്ങൾ കാണാം. ലാ ഉഖ്സിമു എന്ന് കൊടുത്തിട്ട് സത്യം ചെയ്യുന്നു എന്ന് അർത്ഥം വെച്ചിട്ട്. അതായത് അല്ലാഹു തആല സത്യം ചെയ്യുന്നു എന്ന് പറയാനാണ് ആ പദപ്രയോഗം നടത്തുന്നത്. അങ്ങനെ അത്രയും ഗൗരവമുള്ള സത്യമാണെന്ന് സൂചിപ്പിക്കാൻ. സൂറത്തുൽ വാഖിഅയിലെ 75-ാമത്തെ ആയത്തിലുണ്ട് ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, അല്ലേ? ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നാണല്ലോ ശരിക്കർത്ഥം. പക്ഷെ നമുക്ക് തോന്നുക അങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ്. അതുപോലെ തന്നെ സൂറത്തുൽ മആരിജിലുണ്ട് ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബി ഇന്നാ ലഖാദിറൂൻ. സൂറത്തുൽ ഖിയാമയിലെ 2-ാമത്തെ ആയത്തിൽ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ. സൂറത്തുൽ ഹാഖയിലെ 38-ലുണ്ട് ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂന വമാ ലാ തുബ്സിറൂൻ. സൂറത്തുൽ ഇൻശിഖാഖിൽ 16 മുതൽ 17 വരെയുള്ള ആയത്തുകൾ ഫലാ ഉഖ്സിമു ബിശ്ശഫഖി വല്ലൈലി വമാ വസഖ്. സൂറത്തുൽ തക്വീറിലെ 15-ാമത്തെ ആയത്ത് ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഈ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. അടുത്ത ആയത്ത് വഅൻത നബിയെ അങ്ങ് ഹില്ലുൻ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഹാദൽ ബലദി ഈ നാട്ടിൽ. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, അങ്ങ് ഇവിടെ നിവാസിയായിരിക്കെ, അങ്ങ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കെ ഈ രാജ്യത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കെ അവിടത്തെ കൊണ്ട് സത്യം ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും മഹത്വം ഉയർത്തിക്കാട്ടുകയാണ്. മക്കയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടെയുള്ള വാസത്തിൻ്റെയും താമസത്തിൻ്റെയും മഹത്വം ഉയർത്തിക്കാട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ആയുസ് കൊണ്ട് തന്നെ വളരെ വ്യക്തമായി വേറെ ഒരു സ്ഥലത്ത് അല്ലാഹു തആല സത്യം ചെയ്തിട്ടുണ്ട്. സൂറത്ത് ഹിജ്റിലെ 72-ാമത്തെ ആയത്ത് ലഅംറുക ഇന്നഹും ലഫീ സക്കറതിഹിം യഅമഹൂൻ. ലഅംറുക നബിയെ അങ്ങയുടെ ആയുസ് തന്നെ സത്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വളർന്ന രാജ്യമായ മക്കയെ കൊണ്ടാണ് അല്ലാഹു തആല ഇവിടെ സത്യം ചെയ്യുന്നത്. പണ്ട് മുതലേ തന്നെ പരിപാവനമാണ്, പ്രശസ്തമാണ് മക്ക. ലോകത്ത് ഒന്നാമതായി സ്ഥാപിതമായ ആരാധനാലയം കഅബ അത് മക്കയിലാണുള്ളത്. കഅബയുടെ നാനാഭാഗത്തേക്കും വികസിച്ച് കിടക്കുന്ന ഒരു നിശ്ചിത ഭൂപ്രദേശത്തിനാണ് ഹറം എന്ന പേര് പറയപ്പെടുന്നത്. ഹറം എന്ന് പറഞ്ഞാൽ അലംഘനീയമായ അതല്ലെങ്കിൽ പരിശുദ്ധമായ ഭൂപ്രദേശം എന്നൊക്കെയാണ് അതിനർത്ഥം. ഈ ഒരു ഏരിയക്ക് കഅബക്ക് ചുറ്റും നിശ്ചിത അളവിൽ പരന്നു കിടക്കുന്ന ഹറം എന്ന് പറയുന്ന ആ ഒരു ഏരിയക്ക് വളരെ പ്രത്യേകതകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്. ആ ഏരിയയിൽ വെച്ച് എവിടെ വെച്ച് എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അതിനൊക്കെ 1,00,000 പ്രതിഫലവും ഉണ്ട്. നമ്മളൊരു തെറ്റിദ്ധാരണയുണ്ട് മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിൽ മാത്രമേ ആ പ്രതിഫലം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാം എന്നത് മാത്രമാണ് ഹറം. അങ്ങനെയല്ല. മസ്ജിദുൽ ഹറാമും കഅബയും ഒക്കെ ഉൾക്കൊള്ളുന്ന അതിനു ചുറ്റും മക്കയുടെ പല ഭാഗങ്ങളിലേക്കും പരന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഹറം. പോകുന്ന ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന ആളുകൾക്കറിയാം പല സ്ഥലത്തും ഇവിടെ ഹറം തുടങ്ങുന്നു എന്ന ബോർഡ് നിങ്ങൾക്ക് കാണാം പല ഭാഗത്തും മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഹറമിൽ വെച്ച് പരിശുദ്ധമായ ഈ ഏരിയയിൽ വെച്ച് മൃഗങ്ങളെ വേട്ടയാടുവാനോ അല്ലെങ്കിൽ അവിടെയുള്ള വൃക്ഷങ്ങളോ സസ്യങ്ങളോ നശിപ്പിക്കാനോ
അവിടെ വെച്ച് ആരെങ്കിലുമൊക്കെ കൊല്ലാനോ യുദ്ധം ചെയ്യാനോ ഒന്നും പാടില്ല. മുമ്പ് കാലം മുതൽക്കേ തുടർന്നു വന്നിരുന്ന ഈ ഒരു തത്വം, ഈ ഒരു പരിഭാവനത്വം ഇസ്ലാമും അംഗീകരിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു രാജ്യം മക്ക എന്ന നാട് കൊണ്ട് സത്യം ചെയ്തത് എന്തിനാണ്? മക്കക്കാരായ ആളുകളുടെ ഹൃദയങ്ങൾ തട്ടി ഉണർത്താനും അവർക്ക് ഇസ്ലാമിലേക്ക് വരാൻ ഒരു പ്രോത്സാഹനമാകുവാനുമാണ്. അല്ലേ? സ്വാഭാവികമായും അവർക്കും കൂടെ ഇഷ്ടമുള്ളൊരു നാടാണത്. അവരും കൂടെ അംഗീകരിച്ച എല്ലാ പവിത്രതകളും ഇസ്ലാം മക്കൾക്ക് വകവെച്ച് കൊടുത്തിട്ടും ഉണ്ട്. അപ്പോൾ ആ നിലക്ക് മക്കയെ പിടിച്ച് സത്യം ചെയ്താൽ അവർക്കൊരു പ്രോത്സാഹനമാകട്ടെ, അവർക്കൊരു റാഹത്താവട്ടെ, അവരുടെ മനസ്സൊന്ന് ഉണരട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലാഹു തആല അത് ചെയ്തത്. ഇവിടെ തന്നെ മറ്റൊരർത്ഥം കൂടെ ഈ അൻതഹില്ലും ബിഹാദൽ ബലദി എന്ന ആയത്തിന് മുഫസ്സിരീങ്ങളായ ആളുകൾ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹറമിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നത് അലംഘനീയമായ ഒരു നിയമമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും ബാധകമല്ലെന്നും അള്ളാഹു അനുമതി കൊടുത്ത ചില പ്രത്യേക സമയത്ത് ആവശ്യമാണെങ്കിൽ അവിടെ വെച്ച് യുദ്ധം ആവാം എന്നുമാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അപ്പം എങ്ങനെയായിരിക്കും അതിൻ്റെ അർത്ഥം? അൻതഹില്ലും ബിഹാദൽ ബലദി, അങ്ങ് ഈ നാട്ടിൽ, അങ്ങ് ഈ നാട് അങ്ങേക്ക് അനുവദനീയമാണ്. എപ്പോഴും അത് ഹറമാണ്, അവിടെ യുദ്ധം ഹറാമാണ്. പക്ഷെ ആവശ്യമെങ്കിൽ റബ്ബിൻ്റെ സമ്മതമുണ്ടെങ്കിൽ അങ്ങേക്കത് അനുവദനീയമാണ്. ഇവിടെ വരാൻ പോകുന്ന മക്ക വിജയ സംഭവത്തെ സൂചിപ്പിച്ചാണ് അല്ലാഹു തആല ഇങ്ങനെ പറയുന്നത് എന്നാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത്. നമ്മളതിനെക്കുറിച്ച് വിശദമായി പഠിച്ചതാണ്. അറബിയുടെ പല ഭാഗങ്ങളും തൗഹീദിൻ്റെ വരുതിയിൽ വന്നു, ഇസ്ലാമിന് കീഴടങ്ങി. പക്ഷേ ഇസ്ലാമിൻ്റെ പൂർവ്വ കേന്ദ്രവും ഏറ്റവും പ്രധാന കേന്ദ്രവുമായ മക്ക നഗരി അപ്പോഴും ബിംബാരാധനയിൽ അല്ലെങ്കിൽ ബിംബങ്ങളുടെ ആധിപത്യത്തിൽ അല്ലെങ്കിൽ മുശ്രിക്കുകളുടെ ആധിപത്യത്തിന് ഉറച്ചു നിൽക്കുകയായിരുന്നല്ലോ ആ സമയത്ത്. അത് അവശേഷിക്കുന്നത്, അങ്ങനെ ഒരു മക്ക മാത്രം മറ്റുള്ളവിടേക്കും അവശേഷിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയാണ് ഖുറൈശിൻ്റെ ഒരു കരാർ ലംഘനത്തെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യസമേത മക്കയിലേക്ക് പുറപ്പെടുകയും കഅബയുടെ മഹത്വത്തിന് ഒട്ടും ഹാനി വരുത്താത്ത നിലയിൽ മക്ക കീഴടക്കുകയും ചെയ്തത്. നമ്മൾ വിശദമായി മുമ്പ് സൂറ പഠിച്ചപ്പോൾ, ഇദാ ജാഅ നസ്റുല്ലാഹി സൂറ പഠിച്ചപ്പോൾ വിഷയം പഠിച്ചതാണ്. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ്. അന്ന് ആ ഒരു മക്കം ഫതഹിന്റെ സമയത്ത് വളരെ നിസ്സാരമായ അല്പസമയത്തൊരു ഏറ്റുമുട്ടലാണ് ഉണ്ടായത്. അത് തന്നെ സത്യത്തിൽ മക്കയുടെ അതുവരെയുള്ള അലംഘനീയതക്കും പൂർവ്വകാല പാരമ്പര്യത്തിനും അത് യോജിച്ചതല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സമയത്തേക്ക് പ്രത്യേകമായ അനുമതി ലഭിച്ചത് മൂലമായിരുന്നു തങ്ങൾ അങ്ങനെ ചെയ്തത്. അതാണ് വഅൻതഹില്ലും ബിഹാദൽ ബലദി എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. അങ്ങ് ഈ രാജ്യം അങ്ങക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഈ ഒരു വസ്തുത, അതായത് അള്ളാഹു എനിക്ക് മക്കം ഫതഹിന്റെ സമയത്ത് കുറച്ച് സമയം മക്കയെ എനിക്ക് ഹലാലാക്കി തന്നിരുന്നു എന്നൊരു വസ്തുത ഹജ്ജത്തുൽ വിദാഇന്റെ സുപ്രസിദ്ധമായ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് സംസാരത്തിനിടയിൽ അവിടുന്ന് പറഞ്ഞു, ഈ രാജ്യം അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയ രാജ്യമാണ്. ഇത് എന്നും ഹറാമ് തന്നെയാണ്. ഇവിടുത്തെ മരങ്ങൾക്കോ അതല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഇതൊരു നിർഭയത്വത്തിൻ്റെ നാടാണിത്. എനിക്ക് എനിക്ക് മക്കം ഫതഹിന്റെ ആ പകലിലെ കുറച്ച് സമയം അല്ലാഹു തആല ഹലാലാക്കി തന്നു. വഖദ് ആദതു ഹുറുമത്തുൽ യൗം കഹുറുമതിഹാ ബിൽ അംസി, ഇന്നത്തെ ഈ ദിവസം എനിക്ക് കുറച്ച് സമയം അല്ലാഹു ഹലാലാക്കി തന്നു, അത് അല്ലാഹു തആല തിരിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി മുതൽ എന്നും പഴയ പാരമ്പര്യം തന്നെയാണ് മക്കൾക്കുള്ളത്. ആ പരിശുദ്ധി നിങ്ങളെന്നും കാത്തു സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. പ്രത്യേകിച്ചു ഇതുകൂടെ പറഞ്ഞു, ഇനി ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹറമിൽ വെച്ച് മക്കം ഫതഹ് കീഴടക്കാൻ വന്നിയപ്പോൾ നിസ്സാരമായ രൂപത്തിലെങ്കിലും ഏറ്റുമുട്ടിയാലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫഖൂലു, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അവരോട് പറയണം, ഇന്നല്ലാഹ അദ്ന ലിറസൂലിഹി വലം യഅ്ദൻ ലക്കും, അല്ലാഹു അപ്പോൾ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന് അനുമതി കൊടുത്തതാണ്, നിങ്ങൾക്ക് അതിന് അനുമതിയില്ല. അപ്പോൾ ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ രണ്ട് ആയത്തുകളുടെ അർത്ഥമാണ് നമ്മൾ പഠിച്ചത്. മക്കയെ കൊണ്ട് സത്യം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ താമസിച്ചു കൊണ്ടിരിക്കെ. രണ്ടാമത്തെ അർത്ഥം കൂടെ നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്ക താൽക്കാലികമായി കുറച്ച് സമയത്തേക്ക് അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തതിനെ സൂചിപ്പിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വവാലിദിൻ വമാ വലദ്, പിതാവ് ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ടും സത്യം ചെയ്യുന്നു ഞാൻ. വവാലിദിൻ, വാലിദ് എന്ന് പറഞ്ഞാൽ ഫാദർ, പിതാവിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. വമാ വലദ്, എല്ലാ സന്തതികളെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. പിതാവ് ആരാണ്? ആദം നബി അലൈഹിസ്സലാമാണ്. വമാ വലദാര, ആദം നബിയുടെ എല്ലാ മക്കളും നമ്മളൊക്കെ. അപ്പോൾ വാലിദിൻ വമാ വലദ്, പിതാവ് ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ടും എല്ലാ സന്തതികളെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. എന്താണ് സത്യം ചെയ്ത് പറയുന്നത് എന്നതാണ് നാലാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.